ഹായ് ഗായ്സ്. അപ്പൊ നമ്മുടെ വീട് പണിയൊക്കെ നടക്കുമെന്ന് അറിയാല്ല അല്ലേ? ന്യൂ ഹൗസ് പണി നടക്കുമല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഋതു. അപ്പൊ നമ്മുടെ വീട് പണിയൊക്കെ തറപ്പണി കഴിഞ്ഞു, അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് അറിയാം. ഇപ്പൊ വീട് പണി ലിൻഡൽ ഹൈറ്റ്, അതായത് നമ്മുടെ ജനലിന്റെ ടോപ്പ് ഹൈറ്റ് വരെ എത്തി. അപ്പൊ നമുക്ക് വീട് പണിയൊക്കെ കാണിച്ചു തരാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ തറവണിയൊക്കെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ അത് ഫില്ല് ചെയ്യാനുള്ള വർക്കായിരുന്നു. നമ്മളൊരു JCB റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയ്യുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെയാണ് നമ്മുടെ കോമ്പൗണ്ട് ഇത്തിരി സൈഡൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കുഴിയുണ്ട്, ഇതൊക്കെ ഫില്ല് ചെയ്യണം. നമ്മുടെ കോമ്പൗണ്ട് വോൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊരു 80% ഓഫ് ഏരിയ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ഇഷ്ടിക വെച്ചാണ് വീട് പണിയാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇഷ്ടിക എന്ന്. ഇത്ര എക്സ്പെൻസീവാണ്, നമ്മുടെ എക്സ്പെൻസ് നല്ല രീതിയിൽ കൂടും, ലേബർ കോസ്റ്റും കൂടും, പിന്നെ ഇതിൻ്റെ ഇഷ്ടികയുടെ റേറ്റും കൂടുതലാണ്. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചൂടാണ്. ചൂട് കുറയ്ക്കാനുള്ളൊരു നമ്മുടെ പണ്ടത്തെ വീട് അറിയില്ല, ലാറി ബേക്കർ സ്റ്റൈലായിരുന്നു, അതും ഇഷ്ടികയാണ്. അപ്പോൾ അത് തന്നെ അതേപോലത്തെ ആ സെയിം മെറ്റീരിയലെങ്കിലും യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചൂട് കുറയ്ക്കാനായിട്ട്. നമ്മളപ്പോൾ ആ തറ പണിത് അവിടെ തന്നെ ഒരു കുഴി തറ ഫില്ല് ചെയ്തില്ല ഒരു പോർഷൻ, അതൊരു ടാങ്ക് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇഷ്ടിക പണിയുന്നതിന് മുമ്പ് വെള്ളത്തിൽ മുക്കിയിടണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ തന്നെ നമ്മൾ മുക്കിയിട്ട് കണ്ടോ, ആ ഏരിയയിൽ ഒരു ടാങ്ക് പോലെ ആക്കി തറ അവിടെ ഫില്ല് ചെയ്യാൻ വെള്ളം ഫില്ല് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ ഇഷ്ടിക മുക്കിയിടണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ബെഞ്ച് മാർക്കിലോട്ട് നമ്മൾ കിടക്കുവാണ്. അതായത് ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇഷ്ടിക വെച്ച വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനിതൊരു വ്ളോഗിങ്ങിന് വേണ്ടി എടുത്ത് വെച്ച വീഡിയോ ഒന്നും അല്ല. നമ്മൾ ഭാവിയിൽ ഇത് ഫ്യൂച്ചറിൽ കാണുമ്പോൾ ഒരു നമുക്ക് മനസ്സിലൊരു സന്തോഷമായിരിക്കുമല്ലോ, നമ്മൾ സ്വന്തമായിട്ട് പൈസ എടുത്ത് ഉണ്ടാക്കിയൊരു വീടിൻ്റെ ഓരോരോ സ്റ്റേജ്. ഇപ്പോൾ അത് മാത്രമല്ല നമ്മുടെ പിള്ളേർക്കും ഋതുവേദിക്കും കാണാതെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വീട് പണിതേ എല്ലാ മെമ്മറീസും റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ലേബർ കോസ്റ്റ് കൂടുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വൺ ഓഫ് ദ റീസണാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. അതായത് നമ്മൾ ഈ കണ്ടോ ഓരോരോ ബ്രിക്ക് ഇങ്ങനെ വെച്ച് അത് പണിതെടുക്കാനായിട്ട് നല്ലൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ ടൈം കൺസ്യൂം ആകും തോറും നമ്മുടെ ലേബർ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റേ സിമെൻറ്റ് ബ്രിക്ക് ആണെങ്കിൽ ഒരു ബ്രിക്ക് വെച്ചാൽ ഒരു 4-5 ഇഷ്ടിക വെച്ചാൽ അതിന് തുല്യമായിരിക്കും. പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ബ്രിക്ക് വർക്ക് ലിൻഡൽ ലെവൽ വരെ എത്തി. അതായത് നമ്മുടെ വിൻഡോൻ്റെ ഓപ്പണിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബീമിനാണ് ഈ ലിൻഡൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വാർക്കുള്ള പരിപാടിയായിരുന്നു, അതിൻ്റെ വാർക്കലും കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കുറച്ച് പ്ലാൻസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഫുൾ പണി കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹിയർ യു ഗോ. ഇത് നമ്മുടെ ഫോമിലിംഗ് ആണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഫയർ പോലെ നടക്കാനുള്ള വഴിയുണ്ട്. കണ്ടില്ലാണ്ട് കോട്ടിയാട് പോലെ ഉള്ളിൽ ചെടി കാണാനുള്ളത്. പിന്നെ ഇത് കണ്ട് ഇതൊരു ഓപ്പൺ സ്പേസ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫുൾ സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ട്, അതേപോലെ അപ്പുറത്തും ഒരു സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ട് ഓപ്പൺ സ്പേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പണിയുടെ പ്രോഗ്രസ്. ഒരു 1.5 months ആയി. 2 months ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. 2 months കൊണ്ട് ഇത്രയുമായി പണി. അപ്പോൾ ഇത്ര എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആർക്കിടെക്റ്റും കോൺട്രാക്ടറും ചുമ്മാ അടിപൊളിയാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിലുള്ള അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ. ഇതിൽ നമ്മുടെ വീട് ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് ഒരാളെത്തിയിട്ട്